ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പുതിയൊരു പോയത്തിലേക്ക് പോവുകയാണ്. 18ാമത്തെ ചാപ്റ്ററാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്നുള്ള ഒരു പോയമാണ് നമ്മൾ പഠിക്കുന്നത്. മിസ് എസെക്കിയലിൻ്റെ പോയാണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്നുള്ളത്. ഇതിനു മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പോയം? വളരെ ഭംഗിയുള്ള ഒരു പോയമാണ് നമ്മുടെ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്നുള്ളത്. മനോഹരമായിട്ടുള്ളൊരു പോയാണ്. Read the poem once. It is about the night when the poet's mother is bitten by a scorpion. നമ്മുടെ പോയിറ്റിന്റെ മദറിന് ഒരു സ്കോർപ്പിയോൺ, ഒരു തേള് കടിക്കുകയാണ്. ആ തേള് കടിക്കുന്ന സമയത്ത് ആ രാത്രിയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. I remember the night my mother was stung by a scorpion. പോയിട്ട് ആ ഒരു രംഗം ഓർത്തുകൊണ്ടാണ് അന്നത്തെ ആ രാത്രിയെ കുറിച്ച് ഓർക്കുകയാണ്. ആ ഓർക്കുന്ന കാര്യങ്ങളോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പോയം തന്നെ ആരംഭിക്കുന്നത്. അപ്പൊ പോയിട്ട് പറയണേ, എൻ്റെ അമ്മയെ ഒരു തേള് കുത്തി ആ ഒരു രാത്രി, ആ രാത്രിയെ ഞാൻ എന്ത് ചെയ്യാണ്, ഓർക്കുകയാണ്. 10 hours of steady rain, 10 മണിക്കൂറോളം ആയിട്ടുണ്ട് ആ മഴ നിർത്താതെ പെയ്യുന്നു. Had driven him to crawl beneath a sack of rice. അങ്ങനെ തുടർച്ചയായി 10 മണിക്കൂറോളം പെയ്യുന്ന ആ ഒരു മഴയത്ത് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ തേൾ അവൻ എന്ത് ചെയ്യുന്നത്, ഒരു അരി നിറച്ചു വെച്ചിരിക്കുന്ന ചാക്കിന്റെ അടുത്തേക്ക് ഇഴഞ്ഞ് നീങ്ങി വരുന്നത്. ടു ക്രോൾ ബിനീത്ത് എ സാക്ക് ഓഫ് റൈസ്. പാർട്ടിങ് വിത്ത് ഹിസ് പോയ്സൺ ഫ്ലാഷ് ഓഫ് ഡയബോളിക് ടെയിൽ ഇൻ ദ ഡാർക്ക് റൂം. ആ ഒരു സമയത്ത് ആ ഇരുണ്ട മുറിയിലേക്ക് എന്ത് ചെയ്യാണ്, അവന്റെ ആ ഒരു വാലില് വിഷം ചീറ്റി നിൽക്കുന്നുണ്ട്. ആ ഒരു വിഷവുമായി എന്ത് ചെയ്യാണ്, അവൻ ആ ഇരുണ്ട മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. ഹി റിസ്ക് ദ റെയിൻ അഗെയിൻ. ആ ഒരു സമയത്ത് മഴ വീണ്ടും എന്ത് ചെയ്യാണ്, നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. The peasants came like swarms of flies and buzzed the name of God 100 times to paralyze the evil one. അമ്മയെ അതെന്ത് ചെയ്യാണ്, ഹി റിസ്ക് ദ റെയിൻ എഗെയിൻ. അവന്റെ ആ ടെയില് കൊണ്ട് അമ്മയെ കടിച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഹി റിസ്ക് ദ റെയിൻ എഗെയിൻ. ആ മഴ അപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ആ ചാക്കിനടിയിലേക്ക് എന്ത് ചെയ്തു, പോയി കഴിഞ്ഞിട്ടുണ്ട്. എവിടേക്കോ പോയി, ആരും കാണുന്നില്ല അതിനെ. പിന്നെ നോക്കുന്ന സമയത്ത് The peasants came like swarms of flies and buzzed the name of God 100 times to paralyze the evil one. ആ ഒരു സമയത്ത് കർഷകര്, പെസൻസ് മീൻസ് കർഷകര്, അവരെന്ത് ചെയ്യാണ്, സാംസ് ഓഫ് ഫ്ലൈസ്, ഒരു കൂട്ടം ഈച്ചകളെ പോലെ എന്ത് ചെയ്യാണ്, പ്രാണികളെ പോലെ അവരെന്ത് ചെയ്യാണ്, പാഞ്ഞെടുക്കുകയാണ്. എങ്ങനെ, ബസൽ ദ നെയിം ഓഫ് ഗോഡ് 100 times to paralyze the evil one. തൻ്റെ അമ്മയെ എന്ത് ചെയ്യരുത്, തളർത്തി കളയരുത്. ആ വിഷം ചീറ്റിക്കൊണ്ട് തളർത്തി കളയാതിരിക്കാൻ ദൈവനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓടി വരുന്നുണ്ട്. And with candles, with lanterns, throwing giant scorpion shadows on the mud-baked walls. അവരവരുടെ കൈകളിലെ മെഴുകുതിരികളും വിളക്കുകളുമായിട്ടാണ് അവര് വരുന്നത്. അവര് ആ ഒരു മണ്ണില് ചളി നിറഞ്ഞിരിക്കുന്നുണ്ട്. ആ ചളി നിറഞ്ഞ ചുമരുകളിലൊക്കെ എന്ത് ചെയ്യാണ്, ഈ തേളിന്റെ ഷാഡോ എന്ത് ചെയ്യുന്നുണ്ട്, വരുത്തുന്നുണ്ട്. അവര് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാണ്, അതിനെ തെരയാണ്. എല്ലാവരും എന്ത് ചെയ്യാണ്, ആ തേളിനെ തെരഞ്ഞു. പക്ഷെ അവനെ കണ്ടെത്താൻ കഴിയുന്നില്ല. They searched for him. He was not found. They clicked their tongues with every movement that the scorpion made his poison mood in mother's blood, they said. They clicked their tongues. അവരെന്ത് ചെയ്യാണ്, അവർ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തിരയുന്നുണ്ട്. അവർ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടേ തിരയാണ്. അപ്പൊ അത് എവിടെയെങ്കിലും ഒന്ന് നിന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുകയാണ്. വിത്ത് എവറി മൂവ്മെന്റ് ദാറ്റ് ദി സ്കോർപിയോൺ മെയ്ഡ് ഹിസ് പോയ്സൺ മൂഡ് ഇൻ മദേഴ്സ് ബ്ലഡ് ദേ സെറ്റ്. കാരണം അവർ സംസാരിക്കുകയാണ്. അവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അതിനെ തിരയാണ്. അത് എവിടെയെങ്കിലും ഒന്ന് നിന്ന് അവരുടെ സംസാരം കേൾക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യില്ല, മൂവ് ചെയ്യൂല. സോ അത് അവിടെ ഒരു ഭാഗത്ത് നിൽക്കും. മൂവ് ചെയ്തു പോകുന്നതിനനുസരിച്ച് തൻ്റെ അമ്മയുടെ ശരീരത്തിലൂടെ എന്ത് ചെയ്യണം, അതിന്റെ വിഷം മൂവ് ചെയ്തു പോകും എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. സോ അവരുടെ വിശ്വാസങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്യാണ്, പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി തിരയുകയും ചെയ്യാണ്.
May your sufferings decrease the misfortunes of your next birth, they said. അവർ പറയുന്നുണ്ട്, നിന്റെ കഷ്ടപ്പാടുകൾ, അമ്മയോട് പറയാണ്, നിന്റെ കഷ്ടപ്പാടുകളൊക്കെ, നിന്റെ വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ നിന്റെ ഈ വേദനയിൽ എന്ത് ചെയ്യണം, അലിഞ്ഞു തീരുമെന്ന് പറയാണ്. ആൻഡ് ദ മിസ്ഫോർച്യൂൺസ് ഓഫ് യുവർ നെക്സ്റ്റ് ബർത്ത്, നിന്റെ നിർഭാഗ്യങ്ങളൊക്കെ എന്ത് ചെയ്യട്ടെ, കുറയട്ടെ എന്ന് പറയാണ്, നിന്റെ ഈ വേദനയിൽ ഇല്ലാതാവട്ടെ. May the sum of evil balanced in this unreal world against the sum of good become diminished by your pain. അതുമാത്രമല്ല, ഒരു അൺറിയൽ വേൾഡ്, ആ വേൾഡിലെ നന്മയുടെ against the sum of good become diminished by your pain. നിന്റെ നന്മകൾ എന്ത് ചെയ്യാണ്, നീ ചെയ്ത തിന്മകള്, നിന്റെ ജീവിതത്തിൽ തിന്മകൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ആ തിന്മകളെ നിന്റെ ഈ വേദനയിലെല്ലാം അലിഞ്ഞ് ഇല്ലാതായി തീരട്ടെ എന്നുള്ളത് അവര് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വേദനയാൽ അതെന്ത് ചെയ്യട്ടെ, നന്മകൾ മാത്രം നിറയട്ടെ നിന്റെ ജീവിതത്തിൽ. നിന്റെ നന്മയുടെ ആകത്തുകയേക്കാൾ എന്ത് ചെയ്യരുത്, നിന്റെ തിന്മകൾ ഇല്ലാതായി മാറും. അതിനേക്കാൾ എന്ത് ചെയ്യും, നിന്റെ നന്മകളായിരിക്കും നിന്നിൽ നിറഞ്ഞു നിൽക്കുക. നിന്റെ തിന്മകളെ നീ എന്ത് ചെയ്യും, നിന്റെ ഈ വേദനയിൽ ഇല്ലാതാക്കും എന്നൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടേ അവരതിനെ തിരയുകയാണ് ചെയ്യുന്നത്. May the poisons purify your flesh of desire. നിന്നിലുള്ള ഈ ഒരു വിഷം നിന്റെ ആഗ്രഹങ്ങളുടെയും, പ്യൂരിഫൈ യുവർ ഫ്ലെഷ് ഓഫ് ഡിസയർ ആൻഡ് യുവർ സ്പിരിറ്റ് ഓഫ് ആംബിഷൻ, they said. അവര് പറയാണ്, നിന്റെ ആഗ്രഹങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നിന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കും. They said, and they sat around on the floor with my mother in the center. എൻ്റെ അമ്മയ്ക്ക് ചുറ്റും എന്ത് ചെയ്യാണ്, അവരെല്ലാവരും ഇരുന്നു. The peace of understanding on each face, എല്ലാവരുടെ മുഖത്തും the peace, സമാധാനമായിരുന്നു. സമാധാനത്തിന്റെ ഒരു വെളിച്ചം വീഴാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യാണ്, അവരെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. മോർ കാൻഡിൽസ്, മോർ ലാൻഡേൺസ്, മോർ നൈബേഴ്സ്, മോർ ഇൻസെക്ട്സ് ആൻഡ് ദ എൻഡ്ലെസ് റെയിൻ. നിർത്താതെ നിൽക്കുന്ന ഒരു അനന്തമായ മഴയാണ്. ആ ഒരു സമയത്ത് ഒരുപാട് വിളക്കുകളും മെഴുകുതിരികളും നൈബേഴ്സും ഇൻസെക്ട്സുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് ഇരച്ചെത്തുന്നുണ്ട്. മൈ മദർ ട്വിസ്റ്റഡ് ത്രൂ ആൻഡ് ത്രൂ ഗ്രോണിങ് ഓൺ എ മാറ്റ്. അമ്മ ഒരു മാറ്റിൽ കിടന്നുകൊണ്ട് അമ്മ ആകെ എന്ത് ചെയ്യാണ്, ഞെരിപിരി കൊള്ളുകയാണ്, കിടന്ന് ഞെരങ്ങുകയാണ്, വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ. ആ ഒരു സമയത്ത് മൈ ഫാദർ, സെപ്റ്റിക് റാഷണലിസ്റ്റ്, ട്രൈങ് എവറി കേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്. തൻ്റെ അച്ഛൻ അദ്ദേഹം ഒരു യുക്തിവാദിയാണ്, റാഷണലിസ്റ്റ് ആണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ട്രൈങ് എവറി കേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ്. അദ്ദേഹം എല്ലാ കേഴ്സിങ് ആൻഡ് ബ്ലെസ്സിങ്സ്, ശാപവും അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളും ഒക്കെ, അതായത് അദ്ദേഹം ഓരോ വഴികളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവും ശ്രമിക്കുന്നുണ്ട്. പൗഡർ, മിക്സ്ചർ, ഹെർബ് ആൻഡ് ഹൈബ്രിഡ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അച്ഛൻ അമ്മയുടെ ആ ഒരു കടിച്ച ഭാഗത്ത് പരീക്ഷിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അമ്മയുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു വിഷം ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട്. ഹി ഈവൻ poured a little paraffin upon the bitten toy and put a match to it. അദ്ദേഹം ഒരു ചെറിയ പാരഫിൻ ബോട്ടിൽ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് അവിടെ അമ്മയുടെ ആ കാൽവിരലിൽ എന്ത് ചെയ്യാണ്, തേച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പുട്ട് എ മാച്ച് ടു ഇറ്റ്, അതിലൊരു തീപ്പെട്ടി വെച്ച് കത്തിച്ച് ഉരസുകയാണ്. ഐ വാച്ച് ദ ഫ്ലെയിം ഫീഡിങ് ഓൺ മൈ മദർ. ഞാനത് കണ്ടു, എൻ്റെ അമ്മയുടെ ശരീരത്തിലേക്ക് ഒരു തീജ്വാല നിൽക്കുന്നത് ഞാൻ കണ്ടു. I watched the holy man perform his rites to tame the poison with an incantation. ആ ഒരു സമയത്ത് ഒരു കൂടിയിരിക്കുന്ന ആളുകള് അവരെന്ത് ചെയ്യാണ്, മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അവര് ഒരു പുണ്യപുരുഷൻ, ഒരു ഹോളി മാൻ, അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ വിഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടു. ആഫ്റ്റർ 20 hours ഇറ്റ് ലോസ്റ്റ് ഇറ്റ്സ് സ്റ്റിങ്. ഒരു 20 മണിക്കൂറിന് ശേഷം അമ്മയ്ക്ക് എന്ത് ചെയ്യാണ്, ലോസ്റ്റ് ഇറ്റ്സ് സ്റ്റിങ്, അതിൻ്റെ ആ ഒരു കുത്തേറ്റ ആ ഒരു വേദന അമ്മയ്ക്ക് കുറഞ്ഞു. മൈ മദർ ഓൺലി സെഡ്,
ആ ഒരു സമയത്ത് എൻ്റെ അമ്മ ആകെ പറഞ്ഞത് ഈ ഒരു വാചകമായിരുന്നു, താങ്ക് ഗോഡ് ദ സ്കോർപിയോൺ പിക്ഡ് ഓൺ മീ ആൻഡ് സ്പെയർഡ് മൈ ചിൽഡ്രൻ. ആ നീ എന്ത് ചെയ്തില്ല, എൻ്റെ കുട്ടികളെ എന്ത് ചെയ്യുന്നില്ല, നീ ഉപദ്രവിച്ചില്ല, നീ എന്നെയാണ് കടിച്ചത്. അതിന് നിനക്ക് ദൈവത്തിന് നന്ദി എന്ന് പറയാണ്, ദൈവത്തിനോട് നന്ദി പറയാണ് അമ്മ. തേൾ എന്നെയാണ് കടിച്ചത്, എൻ്റെ കുട്ടികളെ എന്ത് ചെയ്തു, രക്ഷിച്ചു എന്നുള്ളത് ദൈവത്തിനോട് പറയാണ്. ആ ഒരു പ്രാർത്ഥനയാണ് എന്ത് ചെയ്യുന്നത് അവിടെ ലാസ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരുപാട് കർഷകർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് വരുന്നുണ്ട്. പന്തങ്ങളും വിളക്കുകളും ഒക്കെ ആയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വരുന്നത്, അമ്മയെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത്. അവർ പാട്ടുപാടുകയും അതുപോലെ അതിൻ്റെ ആ തേളിന്റെ ചലനം നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് എന്താണ്, അമ്മയുടെ ആ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആ ഒരു വിഷം അതിൽ പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അത് അവരുടെ വിശ്വാസമായിരുന്നു. ആ ഒരു വിശ്വാസമാണ് അവരെന്ത് ചെയ്യുന്നത് ആ സമയത്ത്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് അന്ധവിശ്വാസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോയത്തിലൂടെ തുറന്ന് കാട്ടുന്നുണ്ട്. അതുപോലെ അമ്മയോട് മുൻജന്മത്തിലെ പാപങ്ങളൊക്കെ തൻ്റെ വേദനയിൽ എന്ത് ചെയ്യാണ്, ഇല്ലാതായി തീരുമെന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ അമ്മ വേദന കൊണ്ട് ഞെരങ്ങുകയാണ് ആ ഒരു സമയത്ത്. അപ്പൊ ഈ ഒരു ഗ്രാമവാസികൾ ഒരു അന്ധവിശ്വാസികളായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ യുക്തിവാദിയായിട്ടുള്ള അവരുടെ ഭർത്താവോ ആ വിശ്വാസങ്ങൾ എന്ത് ചെയ്യാണ്, മുഖവിലയ്ക്ക് എടുക്കാതിരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിനാൽ കഴിയുന്ന കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ചെയ്യുന്നുണ്ട്. പാരഫിനൊക്കെ ഒഴിച്ച് തീപ്പെട്ടി കത്തിച്ച ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പൊടികളൊക്കെ മിശ്രിതങ്ങളൊക്കെ തേച്ച് നോക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു അഗ്നിയിൽ എന്ത് ചെയ്യാണ്, അത് ആ ഒരു വിഷം മാറിപ്പോകട്ടെ എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആചാരങ്ങൾ, അന്ധവിശ്വാസങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ, ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അവസാനം തൻ്റെ അമ്മ ദൈവത്തിനോട് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ദൈവം കാണിച്ച കരുണയ്ക്ക് അവൾ നന്ദി പറഞ്ഞു. തൻ്റെ ആ തേൾ എന്ത് ചെയ്യാണ്, തന്നെയാണ് കടിച്ചത്, തൻ്റെ മക്കളെ എന്ത് ചെയ്തു, ദൈവം രക്ഷിച്ചല്ലോ എന്നുള്ളതാണ് തൻ്റെ അമ്മ എന്ത് ചെയ്യുന്നത്, അവിടെ പ്രാർത്ഥിക്കുന്നത്. നല്ലൊരു പോയാണ്, എല്ലാവരും വായിച്ചു നോക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. നോട്ട്സുകൾ വായിച്ചു നോക്കണം. സമ്മറി ഞാൻ കൊടുത്തിട്ടുണ്ട്, നോട്ട്സിൻ്റെ കൂടെ സമ്മറിയും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാവരും നന്നായിട്ട് നോക്കണം. ഓക്കെ, താങ്ക് യു.